ഇന്നത്തെ ഐറ്റം ഇന്ത്യൻ ടേസ്റ്റും അറബിക് ടേസ്റ്റും മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിന് ഞാനിട്ടിരിക്കുന്ന പേരാണ് ഫുൾ ചിക്കൻ മന്തി. ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും ചിന്തിക്കണ്ട. ദാ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ, അടിപൊളിയാവും. ഇറ്റ്സ് മുനീർ. വെൽക്കം ടു മുനീസ് ഫുഡ് വേൾഡ്. 1 കിലോയുടെ ഫുൾ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ മുറിച്ചു കൊടുക്കുക. ഇനി ചിക്കന്റെ മറുവശം ഫോർക്ക് കൊണ്ട് ഇതുപോലെ ചെയ്യുക. ഇനി നമുക്ക് മസാല പുരട്ടാം. 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ സാൾട്ട്. നന്നായി മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇനി നമുക്ക് ചിക്കനിലോട്ട് മസാല പുരട്ടാം. നന്നായി പുരട്ടി കൊടുക്കുക, അകത്തും പുറത്തുമൊക്കെ. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു തക്കാളി, ഒരു ഉള്ളി, ഒരു ക്യാപ്സിക്കം. ഇനി ഒരു കുക്കർ എടുത്ത് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ഒനിയൻ, ആവശ്യത്തിനുള്ള ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടൊമാറ്റോ. നന്നായി ഇളക്കി കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. നന്നായി മിക്സ് ചെയ്യുക. ഇനി ചെറുതായി മുറിച്ച ക്യാപ്സിക്കം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇത് അത്യാവശ്യം വെന്ത ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുക്കറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് വേവിക്കാം. 2 വിസിൽ. 1, 2. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. വാവ്. ഇനി ഒരു പാൻ എടുത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്യാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുക്കറിൽ ബാക്കിയുള്ള മസാല നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ള മസാലയും ഒഴിച്ചു കൊടുക്കാം. കുക്കറിൽ ബാക്കിയുള്ള മസാലയാണിത്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ചെറുതായി മുറിച്ച ഒനിയൻ, കറാമ്പു, പട്ട, ഏലക്ക, ബേ ലീഫ്, ബ്ലാക്ക് ലെമൺ. ഇനി 3 ഗ്ലാസ് കഴുകി വൃത്തിയാക്കിയ ബസ്മതി അരിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിക്കുന്നത്. 1/2 ഗ്ലാസ് ഓൾറെഡി ഉണ്ട്, അതിൽ 4 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു. ഇതിലോട്ട് 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള സാൾട്ട്. കുക്കർ അടച്ച് 2 വിസിൽ കുക്ക് ചെയ്യാം. 1, 2. മന്തിയുടെ ചോറ് റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു പറ്റിപ്പൊക്കെ പോയാൽ നല്ല അടിപൊളിയായിരുന്നു. ചോറ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ചോറ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമ്മുടെ ഫുൾ ചിക്കൻ നമുക്ക് ചോറിന്റെ മുകളിലോട്ട് വെക്കാം. നമ്മുടെ ഫുൾ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിരിക്കുന്നു. സംഭവം കിടുവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.